ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു ട്രാവലിംഗ് വീഡിയോ ആണ്. വീടിന്റെ അടുത്തൊരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്. അപ്പൊ രാവിലെ നമുക്ക് അവിടെ പോയി മീൻ ലേലം വിളിക്കാം. നല്ല ഫ്രഷ് കായലിലെ ഫിഷാണ് അവിടെ ഉണ്ടാകണേ. അപ്പൊ എന്റെ കൂടെ ഇന്ന് എന്റെ ഇളയ മോനായ ഋതു നന്ദികേശും മൂത്ത മോനായ ഋഷി നന്ദികേശും ഉണ്ട്. അപ്പോ എന്റെ വൈഫും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് നമ്മളും ഇപ്പൊ അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ അവിടുത്തെ കാഴ്ചകൾ ഇനി നിങ്ങളെ കാണിക്കാം. മീൻ ലേലം വിളിച്ചുകൊണ്ട് വന്ന മീനും എല്ലാരെയും കാണിക്കാം കേട്ടോ. അപ്പോ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എന്റെ സ്പെഷ്യൽ താങ്ക്സ്. ഇനിയും എന്റെ വീഡിയോകൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ കൂടെ പോരുമല്ലേ? നമുക്കപ്പോൾ മീൻ ലേലം വിളിച്ചിട്ട് വരാം. അപ്പോൾ ഇതാണ് അരൂർ അരുക്കുറ്റി റൂട്ട്. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് 3.5 കിലോമീറ്ററാണ് അരുക്കുറ്റി വരെ വരുന്നത്. അപ്പോൾ ചേർത്തല ഭാഗത്തു നിന്ന് വരുന്നവർ അരൂര് അരുക്കുറ്റി ജംഗ്ഷനിൽ വന്നിട്ട് അവിടുന്ന് റൈറ്റിലേക്ക് തിരിയുമ്പോഴാണ് ഈ പഴയ ബോട്ട് ജെട്ടി വരുന്നത്. വൈറ്റില ഭാഗത്തുനിന്ന് വരുന്നവർ അരുക്കുറ്റി ജംഗ്ഷനിൽ വന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരിയുക. അപ്പോൾ ഞാനിപ്പോൾ അരുക്കുറ്റി ജംഗ്ഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഇതാണ് അരുക്കുറ്റി ജംഗ്ഷൻ. അരുക്കുറ്റി ജംഗ്ഷനിൽ നിന്ന് ഇപ്പം ഞാൻ റൈറ്റ് തിരിയുവാണ്. റൈറ്റ് തിരിഞ്ഞൊരു 500 മീറ്റർ ചെല്ലുമ്പോഴാണ് പഴയ നമ്മുടെ ബോട്ട് ജെട്ടി വരുന്നത്. അപ്പോൾ ബോട്ട് ജെട്ടിയിലേക്ക് ഒരു 2 സൈഡും മരങ്ങളായിട്ട് ചുറ്റപ്പെട്ട് നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ബോട്ട് ജെട്ടിയിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ ഇത്. അപ്പം ഇത് പണ്ട് കാലത്തുള്ളവർക്ക് ഈ അരുക്കുറ്റി പാലം ഇല്ലായിരുന്നപ്പോൾ സമയത്ത് എല്ലാവരും ബോട്ടിലൂടെയായിരുന്നു എന്താ പറയുക എറണാകുളത്തേക്കും ഈ തോപ്പുംപടി ഭാഗത്തേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് പണ്ട് ഒത്തിരി സഹായകമായിട്ടുണ്ട് ഈ ഇതുവഴിയുള്ള ബോട്ട് യാത്ര. നമുക്ക് പാലം വന്നതോടെയാണ് ഇതുവഴി ഇപ്പോൾ ബോട്ട് അതുപോലെ കടത്തുകളൊന്നും ഉണ്ടാവാത്തത്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ റൈറ്റ് തിരിയുമ്പോൾ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഫിഷ് മാർക്കറ്റ് വരുന്നത്. അവിടെ കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്നതാണ് നമുക്ക്. അപ്പോൾ അവിടെ തന്നെ ഫ്ലോറിലായിട്ട് മീൻ കുറേശ്ശെ അവിടെയായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും. അതെ, ഇതാണ് നമ്മുടെ മാർക്കറ്റ് വരുന്നത്. ഇവിടെ കുറേ പങ്കുകളായിട്ട് മീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട മീൻ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അവർ ലേലം വിളി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ലേലം വിളിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ലേലം വിളിച്ച് മീൻ നമുക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്, ഓരോരോ പങ്ക്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം പോയിട്ട് അവിടുന്ന് ലേലം വിളിച്ചെടുത്തതെന്ന് വെച്ചാൽ മോന് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ചെമ്മീൻ മേടിച്ചു. പിന്നെ എന്നോട് ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ അമ്മ പറഞ്ഞിരുന്നു, അത് കൊഴുവ അതുപോലുള്ള സാധനം ഉണ്ടെന്ന് നീ മേടിച്ചുകൊണ്ട് വരണമെന്ന് വെച്ചാൽ കൊഴുവയും മേടിച്ചായിരുന്നു. അപ്പം എനിക്ക് തോന്നി ഞാൻ അവിടെ ചെന്നപ്പോൾ ടൈഗർ പ്രോൺസ് ഉണ്ടായിരുന്നു. ടൈഗർ പ്രോൺസ് മേടിച്ചു, ഞണ്ട് മേടിച്ചു. ഏകദേശം 460 രൂപയ്ക്കാണ് ഈ പറയുന്ന ഇത്രയും സാധനങ്ങൾ ഞാൻ മേടിച്ചത്. സത്യം പറഞ്ഞാൽ പുറത്തൊരു ഷോപ്പിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 10,000 രൂപയുടെ ഫിഷാണ് എനിക്ക് ഒരു 460 രൂപയ്ക്ക് കിട്ടിയത്. അപ്പോൾ അത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ചെമ്മീനും നമ്മൾ അവിടുന്ന് ലേലം വിളിച്ചതാണ്. കണ്ടോ, 80 രൂപയുടെ ചെമ്മീനാണ് ഈ ജസ്റ്റ് ഞാൻ ഈ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു 80 രൂപയ്ക്ക് കിട്ടിയ ചെമ്മീനാണിത്. അതിനുശേഷം നമ്മളിപ്പോൾ വീട്ടിൽ വന്നിട്ട് അത് ഓരോരോ ഇതായിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ഇതുപോലെ മീനിന് ആവശ്യമുള്ള സമയത്താണെങ്കിൽ താമസിക്കരുത്. 7 മണിക്ക് മുന്നേ തന്നെ നമ്മുടെ അരൂർ അരുക്കുറ്റി ബോട്ട് കടത്തിൻ്റെ അവിടെ ചെന്നെങ്കിൽ നമുക്ക് ഈ മീൻ നമുക്ക് ലേലം വിളിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ടൈഗർ പ്രോൺസ് ഞാൻ ലേലം വിളിച്ചെടുത്തിരുന്നു പറഞ്ഞില്ലേ. ഏകദേശം 5 ടൈഗർ പ്രോൺസോളം ഉണ്ടായിരുന്നു. അറൗണ്ട് 140 രൂപയെ എനിക്ക് ആ ടൈഗർ പ്രോൺസിന് വന്നുള്ളൂ. അതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പം ഇനി ആർക്കെങ്കിലും പോയി അവിടെ ഇതുപോലെ മീൻ പിടിക്കുന്നുണ്ടെങ്കിൽ കാലത്തെ പോവുക. 6 മണി ടു 7 മണി വരെ ഉള്ളൂ അവിടെ. നിസ്സാര പൈസയ്ക്ക് നമുക്ക് ഇത്രയും ഫിഷാണ് അവിടെ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഇതുപോലുള്ള വീഡിയോസ്
നിങ്ങളുടെ മുന്നിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരോടും എൻ്റെ ഇത്രയും നാളെ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഈ ടൈഗർ പ്രോൺസ് നമ്മൾ ഫ്രൈ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഫ്രൈ ചെയ്ത് കാണിക്കുന്നതായിരിക്കും.